ഹലോ ഗൈസ്, ഒരു വിഷു ലുക്ക് ക്രിയേറ്റ് ചെയ്താലോ? ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് വെറ്റ് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പൊടിയോ മേക്കപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയാം. പിന്നെ ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിൽഗ്രിമിൻ്റെ ടീ ട്രീ പ്യൂരിഫയിങ് ടോണർ ആട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫുൾ ഡേ നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ടോണറാണ് നോക്കുന്നതെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾക്ക് മേടിക്കാം. ഒരു 200 എന്തോ മറ്റോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒട്ടുമിക്ക വീഡിയോയിലും ഞാൻ ലിപ് ബാം ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു ലിപ് ബാം ആട്ടോ. ലേനേജിൻ്റെ ലിപ് ബാം ആണ്. ഭയങ്കര അഫോർഡബിൾ എന്നല്ല, ഒരു 700 റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ വർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിപ് ബാം. അടുത്തതായിട്ട് മോയ്സ്ചറൈസറാണ്. അക്വാ ബ്ലാസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കൂടുതലും അല്ലാത്തവർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലും കുറച്ചുകൂടി കൂടുതലും അങ്ങനെയുള്ളവരാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മോയ്സ്ചറൈസർ ആണെങ്കിലും ഒരു പ്രൈമർ ഇട്ട എഫക്റ്റ് ഇതിന് കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത്. ഒരു 500 റേഞ്ചിനാണ് കേട്ടോ ഇതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട്. അടുത്തതായിട്ട് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്മാഷ് ബോക്സിൻ്റെ ഫോട്ടോ ഫിനിഷ് പ്രൈമർ ആട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും പ്രൈമർ യൂസ് ചെയ്താൽ മതി. കാര്യം ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈമർ അല്ല. ഓൾറെഡി ഞാൻ അക്വാ ബ്ലാസ്റ്റിൻ്റെ പ്രൈമർ കണ്ടന്റ് ഉള്ള ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തെങ്കിലും കറക്റ്റ് പ്രൈമർ യൂസ് ചെയ്യാതെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. 1600 സംതിങ് എന്തോ റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രൈമർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ക്യാൻവാസ്, അതായത് നമുക്കിപ്പോൾ മെയിൻലി മേക്കപ്പിന് വേണ്ടിയിട്ട് നല്ലൊരു ക്യാൻവാസ് അല്ലേ നമുക്ക് വേണ്ടുന്നത്. അങ്ങനെ ഒരു ക്യാൻവാസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം പ്രൈമർ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്രൈമർ ആയാലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് കളർ കറക്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോർഎവർ 52ൻ്റെ കൺസീലർ പാലറ്റാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഉള്ളിടത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഹൈ കവറേജ് ഉള്ളതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നന്നായിട്ട് ഹൈ കവറേജ് ഉള്ള ഒരു കൺസീലറാണ്. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കളർ കറക്റ്റിംഗ് പാലറ്റാട്ടോ. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. കളർ കറക്റ്റിംഗ് ചെയ്തതിന് ശേഷം ബനാന പൗഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് നമ്മൾ ഫേസിൽ ഇത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കവറേജ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ദിവസം ഫുള്ള് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഐബ്രോസ് ഫില്ല് ചെയ്തതിൻ്റെ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ആദ്യം നേരെ ചെന്ന് സ്റ്റാർട്ടിങ് പോർഷനിൽ നമ്മൾ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അത് കുറച്ചുകൂടി ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് തോന്നും. സോ ഫസ്റ്റിലെ എൻ പോർഷനിൽ നിന്ന് കുറച്ചുകൂടി മാറി താഴെ ഒരു ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എവിടെയൊക്കെയാണ് വേണ്ടുന്നത് അവിടെ മാത്രം ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്ത് മേളിലും ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്പൂയിൽ വെച്ചിട്ട് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഒരു ഫിനിഷിങ്ങിൽ കിട്ടും. അടുത്തതായിട്ട് സെയിം ഫോർഎവറിൻ്റെ കളർ കറക്റ്റിങ്ങും പിന്നെ നമ്മുടെ കൺസീലിങ്ങും എല്ലാം ഒന്നിച്ചുള്ളൊരു പാലറ്റാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൺസീലിങ്ങും ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നമ്മുടെ കണ്ണിലായിട്ട് കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡായിരുന്നു നമ്മൾ നേരത്തെ എടുക്കുന്നത്. കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രഷ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ പ്രൈമർ യൂസ് ചെയ്യാം. ഞാനവിടെ പ്രൈമറൊന്നും യൂസ് ചെയ്തിട്ടില്ല. നേരിട്ട് തന്നെ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ബ്രഷ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപേ ആയിട്ട് നിങ്ങൾ കൺസീൽ ചെയ്തതിൻ്റെ ലൈൻസോ മറ്റോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കാവൂ. അതിനുശേഷം നിങ്ങൾക്ക് ഐ മേക്കപ്പ് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 3 കളർ ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഗ്ലിറ്ററിങ്ങും പിന്നെ അല്ലാതെ 2 ഷെയ്ഡും. ബേസായിട്ട് ഒരു ഷെയ്ഡ് ഇട്ടതിന് ശേഷം ജസ്റ്റ് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ഗ്ലിറ്ററിങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തത്. അതിനുശേഷം ലൈനറോ അല്ലെങ്കിൽ പെൻസിൽ ലൈനറോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഐലൈനർ വരച്ചു കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഞാനിപ്പോൾ നൈസായിട്ട് സിമ്പിളായിട്ട് ലൈൻ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് വാലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുൻപ് ഐലാഷ് കളർ വെച്ചിട്ട് ജസ്റ്റ് ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാര ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ലൈനറിന് വേണ്ടിയിട്ട് ഹുദ ബ്യൂട്ടിയുടെ ലൈനറാട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. കളർ വന്നിട്ട് PACയുടെ കളറാട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമാണ് എൻ്റെ ഫേസിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് ഷെയ്ഡ്സിനുള്ളത് കിട്ടാറില്ല. അപ്പോൾ 2 കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു
ഫൗണ്ടേഷൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ചെയ്യാറ്. പിന്നെ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ പി എസ് സിയുടെ ഫൗണ്ടേഷൻ ആട്ടോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷനാണ് പി എസ് സിയുടെ ഫൗണ്ടേഷൻ. ജസ്റ്റ് ഇടുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഗ്ലോ നമുക്ക് കിട്ടും. 800 900 എന്തോ സംതിങ് റേറ്റ് ആണ് ഇതിന്. പക്ഷേ ഈ ഒരു റേറ്റിന് ഭയങ്കര വേർത്താണിത്. കൊടുക്കുന്ന പൈസയ്ക്ക് നീതി പുലർത്തുന്ന ഒരു ഫൗണ്ടേഷൻ ആട്ടോ. കൂടുതലും പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആട്ടോ ഇത്. എനിക്ക് ഫേസ് കോണ്ടൂർ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ നോസ് കോണ്ടൂർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നോസ് മാത്രം ജസ്റ്റ് കോണ്ടോർ ചെയ്ത് കൊടുത്ത് ഹൈലൈറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ബ്ലഷ് ആണ്. ഈ ഒരു ബ്ലഷ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത്യാവശ്യം എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ഒരു എമൗണ്ടിൽ കിട്ടുന്നുള്ളൂ. കാര്യം അതൊരു വേർത്താണെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിന് പുറത്തായിട്ട് ഞാൻ വേറൊരു ബ്ലഷ് അപ്ലൈ ചെയ്ത് നോക്കി. അത് മിലാനയുടെ ബ്ലഷാണ്. അത് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്, എന്തോ 1500 സംതിങ് എന്തോ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്ലഷ് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഈ 2 ബ്ലഷും ഒരെണ്ണം കുറച്ചുകൂടി റേറ്റ് കൂടിയതാണ്. അത് നല്ല ബ്ലഷാട്ടോ, മിലാനയുടെ ബ്ലഷ് അടിപൊളി ബ്ലഷാണ്. ഇട്ടപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് തരും, നമുക്ക് ഫീൽ ചെയ്യും അത്. അടുത്തതായിട്ട് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഏത് സെറ്റിംഗ് സ്പ്രേ ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ഞാൻ മേക്കപ്പ് വർക്കിന് വേണ്ടിയിട്ട് മേടിച്ചൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. പി എസ് സിയുടെ സെറ്റിംഗ് സ്പ്രേ കുറച്ച് നല്ലതാണ്, അഫോർഡബിളും ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്താൽ ശരിയാവില്ല എന്നും പറഞ്ഞ് മാറ്റി വെച്ചൊരു ഹൈലൈറ്റർ ആട്ടോ. പക്ഷേ ഇട്ടപ്പോൾ എന്തോ ഒരു അടിപൊളി ഹൈലൈറ്ററാണെന്നറിയോ, റെവല്യൂഷൻ്റെ ഹൈലൈറ്റർ ആട്ടോ ഇത്. അടിപൊളി സാധനമാണ്, നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാം. ഞാൻ 2 ചീക്കിലും നോസിലും താടിയിലും നെറ്റിയിലും ഒക്കെ വാരിക്കോരി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഹൈലൈറ്റർ ആട്ടോ. അടുത്തായിട്ട് ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ആട്ടോ. 79 റുപ്പീസേ ഉള്ളൂ ഇതിന്. പക്ഷേ അത്രയും റേറ്റ് കുറവായതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് തരില്ല എന്ന് വിചാരിക്കരുത്. അടിപൊളിയാണ്, നല്ലൊരു റിസൾട്ട് തരികയും ചെയ്യും, എന്നാൽ അഫോർഡബിളുമാണ്. ഞാൻ ആദ്യം ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു, അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഭയങ്കര കളറായിട്ട് തോന്നി. നമ്മുടെ ലിപ്പ് മാത്രമേ ഇങ്ങനെ എടുത്ത് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെബിലൈൻ ന്യൂയോർക്കിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഷെയ്ഡ് 11 മെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. അതിനുശേഷം ഞാനൊരു പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട്, കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. കമ്മലിൻ്റെ താഴത്തെ മുത്തിൽ 2-3 മുത്തൊക്കെ പോയിട്ടുണ്ട്. കുറേ നാളായി ഞാനിത് മേടിച്ചിട്ട്, പക്ഷേ എന്തായാലും ഇട്ട് കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കും. ഞാൻ ഇട്ട മേക്കപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓൾറെഡി മേക്കപ്പ് ചേരില്ല എന്നുള്ളൊരു ധാരണയുണ്ട്, പക്ഷേ ഈ ഒരു മേക്കപ്പ് എനിക്ക് ഇട്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കണ്ണിന് താഴെ ഞാൻ മസ്കാര ഇട്ടിട്ടില്ല. സോ മസ്കാര അപ്ലൈ ചെയ്തതിന് മുന്നേ ആയിട്ട് ഐഷാഡോ ഇട്ട ബ്രഷ് കൊണ്ട് ജസ്റ്റ് താഴെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കളർ ഷെയ്ഡ് കിട്ടും അവിടെ, അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. എന്നിട്ട് താഴെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഒരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു, പക്ഷേ അത് അടിപൊളിയായി, എനിക്കിഷ്ടമായി. പക്ഷെ 2 പ്രോഡക്റ്റ് ഞാൻ ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തൊരു ലുക്കാണിത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് നേരിട്ട് കാണാൻ ഇതിലൊരു രസമുണ്ട്. മേക്കപ്പ് ഇടുമ്പോൾ ക്യാമറയിൽ അത്യാവശ്യം ഓക്കെ ആയിരിക്കും, അതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. നേരിട്ട് കാണാൻ അത്ര രസമില്ലെങ്കിലും ക്യാമറയിൽ ഓക്കെയാണ്. പക്ഷേ ഇത് നേരിട്ട് കാണുന്നതിലും ക്യാമറയിൽ കാണുന്നതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേരിട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിൽ കുറച്ചുകൂടി കുറേ ഹൈലൈറ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നത് കൊണ്ട് കുറച്ച് ഭംഗി ഉണ്ടാവും. നോർമലി ഐ മേക്കപ്പ് എങ്ങനെ വരുമെന്ന് എനിക്ക് ഒട്ടും എന്താ പറയുക, ഒരു അറിയില്ലായിരുന്നു. ഐ മേക്കപ്പ് ഫ്ലോപ്പായി പോകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ അത്രയും സമയമെടുത്ത് അത്രയും എന്താ പറയുക ഓക്കെ ആകണം, ഇതിലെനിക്ക് ഓക്കെ ആകണം എന്ന് വിചാരിച്ച് ചെയ്തൊരു മേക്കപ്പാണ്. എനിക്ക് അപ്പോൾ പറയാൻ തോന്നി, ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ജസ്റ്റ് ഇടണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഇടാൻ തോന്നി, ഞാൻ ഇട്ടു. അതിനുശേഷം ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പേപ്പർ വെച്ചിട്ട്, അതായത് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുല്ലപ്പൂ പോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് സൈഡിൽ വെക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ ഹെയർ സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല. കുറച്ചുകൂടി വീഡിയോയിലെല്ലാം ബെറ്റർ അയച്ചിടുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഹെയർ സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല. പ്രത്യേക ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വേറൊരു വീഡിയോയിലായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം. പേപ്പർ ആണെങ്കിലും മുല്ലപ്പൂ ആണെങ്കിലും വാടാനുള്ളത് വാടും.
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു.